ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്കൊരു മലബാർ നാടൻ ചിക്കൻ കറി തയ്യാറാക്കി നോക്കാം. അതിനാവശ്യമുള്ള സാധനങ്ങൾ ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തി തരാം. ചിക്കൻ നന്നായി വൃത്തിയാക്കി വെച്ചത്, സവാള വലുത് 2 എണ്ണം, തക്കാളി 2 എണ്ണം ചെറുതായി അരിഞ്ഞത്, ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി പേസ്റ്റ് ആവശ്യത്തിന്, മുളക് പൊടി 2 ടീസ്പൂൺ, മല്ലിപ്പൊടി 5 ടീസ്പൂൺ, മഞ്ഞൾപ്പൊടി ആവശ്യത്തിന്, കുരുമുളക് പൊടി 1 ടീസ്പൂൺ, അല്പം ജീരകം, തേങ്ങാപ്പാൽ നന്നായി ജീരകം ചേർത്ത് അടിച്ചു വെച്ചത്, and കുറച്ച് കറിവേപ്പില. ആദ്യം ചിക്കനിൽ ഉപ്പ്, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, മുളക് പൊടി, കുരുമുളക് പൊടി എല്ലാ പൊടികളും ചേർത്ത് നന്നായി യോജിപ്പിച്ച് വെക്കുക. അതിനുശേഷം ഒരു പാൻ അടുപ്പത്ത് വെക്കുക. പാൻ ഒന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് അല്പം എണ്ണ ഒഴിച്ചു കൊടുക്കുക. അരിഞ്ഞു വെച്ച സവാള അതിലേക്ക് ചേർത്ത് കൊടുക്കുക. ശേഷം നന്നായി ഇളക്കി കൊടുക്കുക. ഒരു ബ്രൗണിഷ് കളറാവുന്നത് വരെ നമുക്കിത് ഇളക്കി കൊടുക്കാം. അല്പം കറിവേപ്പില ആഡ് ചെയ്യുക. ഇപ്പോൾ സവാള നന്നായി വെന്ത് വന്നിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി പേസ്റ്റ് ആഡ് ചെയ്യുക. വീണ്ടും ഇളക്കി കൊടുക്കുക. ആ പച്ചമണം പോകുന്നത് വരെ ഇളക്കി കൊടുക്കണം. ശേഷം നമുക്ക് അതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം. തക്കാളി നന്നായി മസാലയിൽ പിടിക്കുന്നത് വരെ നമുക്കത് ഇളക്കി കൊടുക്കാം. തക്കാളി ഇപ്പോൾ നന്നായി യോജിച്ച് വന്നിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് മാഗ്നേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ അതിലേക്ക് ചേർത്ത് കൊടുക്കാം. ശേഷം നന്നായി ഇളക്കുക. നന്നായി ഇളക്കി ഇത് നന്നായി മിക്സ് ചെയ്ത് വരട്ടെ. ഇപ്പോൾ നന്നായി മിക്സായി വന്നിട്ടുണ്ട്. ശേഷം നമുക്ക് അതിലേക്ക് അല്പം വെള്ളം ഒഴിച്ചിട്ട് വേണം വേവിച്ചെടുക്കാൻ. ഇപ്പോൾ വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ആവശ്യത്തിന് വെള്ളം ഒഴിച്ചാൽ മതി. പാത്രം അടച്ചു വെച്ചിട്ട് വേണം നമുക്ക് വേവിച്ചെടുക്കാൻ. ഒരു 10 മിനിറ്റ് വേവോ ചിക്കൻ ആവശ്യമുള്ളൂ. ഇപ്പോൾ നന്നായി ചിക്കൻ വെന്ത് വന്നിട്ടുണ്ട്. നമുക്ക് അതിലേക്ക് ഉണ്ടാക്കി വെച്ച തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കാം. തേങ്ങാപ്പാൽ നന്നായി തിളച്ച് കുറുകേണ്ട ആവശ്യമുണ്ട്. ഒരു 5 മിനിറ്റ് നമുക്ക് തേങ്ങാപ്പാൽ ഒഴിച്ച് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. ശേഷം നമുക്കിതൊരു സെർവിങ് ഡിഷിലേക്ക് മാറ്റാം. ഇപ്പോൾ നമ്മുടെ മലബാരി ചിക്കൻ കറി റെഡിയായി വന്നിട്ടുണ്ട്. ഇതിപ്പോൾ എല്ലാവരും പരീക്ഷിച്ച് നോക്കുക. എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെടും. നല്ലൊരു വിഭവമാണിത്.